ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെനിക്കന്ന് വീണ എന്ന് പറഞ്ഞ ഒരു ഏച്ചി കുറച്ച് ഡ്രസ്സുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്തുണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിനകത്ത് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു പ്ലെയിൻ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ടെടുത്തു. ഇസ്തിരി ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഭാഗമൊന്നും ഇട്ടില്ല, നമ്മൾ വർക്ക് ചെയ്യേണ്ട ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കുക ചെയ്തേ. ഇതിലിപ്പോൾ എന്ത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, മനസ്സിൽ ചെയ്യണം എന്ന് തോന്നി അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും ആരി വർക്ക് ചെയ്യണോ, ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യണോ, എംബ്രോയ്ഡറി ചെയ്യണോ എന്നൊക്കെ സംശയമുണ്ട്. കാരണം ഇത് മൂന്നും എനിക്കറിയത്തില്ല. ആരീൻ്റെ ഒരു 1 ഡേ വർക്ക്ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള പരിപാടികളെ അറിയുള്ളൂ. അത് വെച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ബുക്കിലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊരു എന്താ പറയുക, ഒരു ഡിസൈൻ വരച്ചു. എന്നിട്ട് അതൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുർത്തി ഒരു ഹൂപ്പിൽ ഫിറ്റ് ചെയ്ത് വെക്കുക ചെയ്തേ. എന്നിട്ട് വേണമല്ലോ നമ്മളതിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ പൂക്കൾ വരുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു എംബ്രോയ്ഡറി കൊടുത്തു. ഇതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് നോക്കി, ആരി ചെയ്ത് നോക്കി, ഒന്നും ചെയ്തിട്ടൊരു മെനയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് അവിടെ നിർത്തി. അപ്പോൾ നോക്കുമ്പോൾ അത് മഹാവൃത്തിയേട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ട് ആ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തത് അങ്ങ് മറയ്ക്കാമെന്നാണ് വിചാരിക്കണേ. കാരണം ആ ഒരു വൃത്തിയേട് വല്ലാണ്ട് അറിയുന്നുണ്ട്. അപ്പോൾ അതിരുന്നാൽ മോശമായിപ്പോവും, നമ്മൾ ഇത്രയും നേരം എടുത്ത എഫേർട്ടെല്ലാം വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തും കൂടി എംബ്രോയ്ഡറി ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല. തലവേദന, എനിക്കിങ്ങനെ അധികം നേരം ഇരുന്നിങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടുള്ള വർക്കൊന്നും പറ്റില്ല, തലവേദന എടുക്കും അപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ചെയ്ത് നിർത്തി. അപ്പം നിങ്ങൾ ഒരു സജഷൻ പറയണം കേട്ടോ. ഈ വർക്ക് നമ്മൾ ഈ കുർത്തീൻ്റെ 2 സൈഡിലും ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു സൈഡിൽ മാത്രം ചെയ്ത് നിർത്തുന്നതാണോ നല്ലത്? പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മളെ ആ ബട്ടൺ വെക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തും കൂടി വർക്ക് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അത് ചെയ്താൽ ബോറായി പോവോ, അതോ ചെയ്യുന്നതാണോ നല്ലത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ടേ ഞാനിനി ബാക്കി പണി എടുക്കുന്നുള്ളൂ. ഏകദേശം ഞാൻ കുറച്ച് വരെയൊക്കെ ചെയ്ത് നിർത്തി കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇന്നത്തേക്ക്. എല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടാണുള്ളത്. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കാം ഇതിനകത്ത് ഇനി ബാക്കി എന്തെല്ലാം അൽക്കുലത്ത് പണികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാഴികയൊന്നുമില്ല, ചെയ്തിട്ട് കാണാനൊക്കെ രസമുണ്ട്. ഞാൻ എന്നിട്ട് അത് ഇട്ടും നോക്കി കേട്ടോ. ഇട്ട് നോക്കിയിട്ടും വലിയ വൃത്തിയായിട്ടൊന്നുമില്ല, മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തില്ലേ, അത് മാത്രമാണ് കുറച്ച് വൃത്തികേടായിട്ടുള്ളത്. ഇതിന് ചെയ്തിടം വരെയുള്ള വർക്ക് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഏകദേശം ഞാനിപ്പോൾ തീരാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഞാനിങ്ങനെ ചെറിയ കുറച്ച് മുത്തിൻ്റെ വർക്കുകളോട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞാൻ വഴിയേ ചെയ്യുള്ളൂ. വലിയ ഒരുപാട് ഡെക്കറേഷൻ പണികളൊന്നും എടുക്കുന്നില്ല. ചെറിയ ചെറിയ കുറച്ച് പണികളൂടി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് അഭിപ്രായം പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഓക്കെ, ബൈ.